ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗെയിമിംഗ് ഗ്രാമിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയുമ്പം റിവ്യൂ ആണ്. നമ്മളെ TVSൻ്റെ BS4 ഈ ഇടയ്ക്ക് ഇറങ്ങിയ BS4 ZS3 നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമേ കാണുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെൽ ബട്ടൺ അടിച്ചങ്ങ് പൊട്ടിച്ചേക്കുക. ഓക്കെ, എന്നാലും ഞാനിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനേ കിട്ടുള്ളൂ. അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളെ വണ്ടി ഇവിടെ അടുത്ത് തന്നെ കിടപ്പുണ്ട്. പിന്നെ എന്താണ്, നേരത്തെ നമ്മളിട്ട 2 വീഡിയോ നല്ല കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബർ മാത്രം കുറഞ്ഞു പോയി. അതൊന്നെല്ലാം ഒന്ന് കാണുന്നതെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നമ്മളെ റിവ്യൂവിലേക്ക് കിടക്കാം. നമ്മളെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. എവിടെ നമ്മളെ ട്രാവൽ ഹബിൻ്റെ ഡെലിവറി ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോഴും നമുക്ക് ഫ്രണ്ട് തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ നിന്ന് താഴെ തന്നെ തുടങ്ങാം. നമ്മളെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ലിപ്പ് ഫുൾ ലിപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ഒരു വാണിംഗ് ടാഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് വാണിംഗ് ടാഗ്, ഇതാണ് വാണിംഗ് ടാഗ്. ഓക്കെ, അതിനുശേഷം നമ്മൾ 2 ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 കരിമ്പടിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോഗ് ലാമ്പിന് ചുറ്റും സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്, ചുമന്ന സ്ട്രിപ്പ്. പിന്നെ ഗ്രിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ BS4 ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയുമ്പോൾ പിന്നെ നമ്മളെ എൻജിൻ കവർ തന്നെ കൊടുത്തു. എൻജിൻ കവറിലും ഫ്രണ്ടിൽ എൻജിൻ കവറിലും ഗ്രില്ലിലൊക്കെ ചുമന്ന സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കസ്റ്റമൈസബിൾ ചെയ്യാൻ പറ്റും, ഈ നമ്മളെ ലിപ്പും കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ എന്ന് പറയുമ്പോൾ വൈപ്പറിലും ലൈറ്റ് തന്നെ കൊടുത്തിട്ടുള്ളത്. വൈപ്പറൊക്കെ വർക്കിംഗ് തന്നെയാണ്. 2 മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 കൊമ്പ്, അതിൽ സ്പോട്ട് മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറയുമ്പം 2ലും ഇൻഡിക്കേറ്റർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്ട്രിപ്പ്, ചെറിയ ചുമന്ന സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ രാവണൻ ഇരിക്കുന്ന അതിൻ്റെ നീം ബോർഡുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ 2 സൈഡിലായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മളെ ടോപ്പ് ലൈറ്റിൻ്റെ കാര്യം. ടോപ്പ് ലൈറ്റ് എന്ന് പറയുമ്പോൾ 8 ടോപ്പ് ലൈറ്റിലും സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ പാർക്കിംഗ് ലൈറ്റ്, പിന്നെ 2 സൈഡ് ലൈറ്റ് ഇൻഡിക്കേറ്റർ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പാർക്ക് ലൈറ്റും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് കത്തും. ഇൻഡിക്കേറ്റർ ലൈറ്റും കത്തും. കസാഡ് ഇടുമ്പോൾ 2 സൈഡ് കത്തും. ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഈ സൈഡ് ഇടുമ്പോൾ ആ സൈഡ് കത്തും. അപ്പം നമുക്കിനി ഇതാണ് ഫ്രണ്ട് വിശേഷങ്ങൾ. നമുക്ക് സൈഡ് വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളതാ സൈഡിലോട്ട് വന്നിട്ടുണ്ട്. സൈഡിൽ തന്നെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എന്ന് പറയുമ്പോൾ ആദ്യം എടുത്ത് പറയേണ്ടതാണ് നമ്മളെ ഫ്രണ്ടിലത്തെ വീൽ കപ്പ് നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ മൽഗാഡൊന്നും പറയും തോന്നുന്നു, കൃത്യമായിട്ട് അറിയത്തില്ല, കമൻറ്റ്. ഓക്കെ, അതിൻ്റെ ചുറ്റും സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കസാഡ്, ഇൻഡിക്കേറ്റർ ലൈറ്റ്, പാർക്ക് ലൈറ്റ്, ഇത്രയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ലഗേജ് ബോക്സ് കൊടുത്തിട്ടുണ്ട്, ഡീസൽ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറയുമ്പം മെയിനായിട്ട് നമ്മൾ എടുത്ത് പറയാനുള്ളത്, ഇതിൽ ഒരു സൈഡിൽ തന്നെ 2 എമർജൻസി ഡോറുണ്ട്. ഒന്ന് എമർജൻസി ഡോറും അല്ലാത്തതും. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഇവിടെ ഒരു എമർജൻസി ഡോറുണ്ട്. ഇതൊരു എമർജൻസി എക്സിറ്റ് ഡോറല്ല, ഈ ഗ്ലാസ് പൊട്ടിച്ചിറങ്ങണം. പിന്നെ എന്ന് പറയുമ്പോൾ ഇവിടെ ഡോറാണുള്ളത്. അതെന്ന് പറയുമ്പം നമ്മളെ ആ ഡോറിലൊരു സാധനമുണ്ട്. അതൊരു ഗ്ലാസ്സാണ്. അത് പൊട്ടിച്ചാൽ അതിനകത്തൊരു പിടിയാണ്. അത് പിടിച്ച് താക്കുമ്പം തുറക്കും. അകത്തുനിന്ന് തുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് ചവിട്ടിറങ്ങേണ്ട പടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, പടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അടുത്ത നമുക്കിനി നോക്കേണ്ടത് ബാക്കിലത്തെ വീൽ കപ്പാണ്. വീൽ കപ്പ് നോക്കുന്നതിന് മുമ്പ് എൻ്റെ ഫോൺ ചെറിയ ചക്കുണ്ട്, അതൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, അതെന്ന് പറയുമ്പോൾ വീൽ കപ്പും കസ്റ്റമൈസബിൾ ചെയ്യാൻ പറ്റും. അത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സൈഡിലെ വിശേഷങ്ങൾ. ഇനി ബാക്ക് സൈഡിലെ വിശേഷങ്ങളിലേക്ക് പോകാം. ബാക്ക് സൈഡിൽ വരുമ്പം ഹാഫ് ലിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിലും വാണിംഗ് ടാഗ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ തന്നെ അണ്ടർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേ ചുമന്ന ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ എൻജിൻ കവറെല്ലാം നമ്മളെ ഡിക്കിയിൽ ആ താക്കോലിരുന്ന ആ ഒരു ഹോൾ ഒരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് പറയുമ്പം നമ്മൾ മുകളിൽ ലേഡറിൽ ഡിബിറ്റിംഗ് ഫ്ലാഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലെ ഗ്ലാസ് ഫുൾ കർട്ടനാണ്. പിന്നെ ലോഗോയും കാര്യങ്ങളും, പ്രകാശൻ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരെ കമ്പനിയുടെ പേരും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ടെയിൽ ലാമ്പ്, 2 ടെയിൽ ലാമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2ലും കൂടി 6 ബ്രാക്ക് ലൈറ്റ്, 2 ഇൻഡിക്കേറ്റർ ലൈറ്റ്, 2 റിവേഴ്സ് ലൈറ്റ്, ഇങ്ങനെയാണ് പോകുന്നത്. രണ്ടിലും 2 ടെയിൽ ലാമ്പിലും കൂടി ചേർത്താണ് ഞാൻ പറഞ്ഞത് ഇപ്പം. അത് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിനി അപ്പർ സൈഡ് പോകാം.
അപ്പുറത്തെ സൈഡിൽ വിശേഷങ്ങൾ, ഇപ്പുറത്തെ കണ്ടു തന്നെ അപ്പുറത്തും അതേപോലെ തന്നെ. പക്ഷേ ഇവിടെ ഒരു ഡിക്കിയിൽ പറഞ്ഞത് 4 ഡിക്കി, ഇവിടെ ഒരു ഡിക്കി കണ്ടില്ല, ഇവിടെ ഒരു ഡിക്കി, പിന്നെ ഈ സൈഡിൽ 3 ഡിക്കികൾ. ഓക്കെ, 3 ഡിക്കികളാണ് ഉള്ളത്. പിന്നെ ഇവിടെ എക്സിറ്റ് ഡോർ എന്ന് പറയുമ്പം ഗ്ലാസിൻ്റെ ഡോർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി നമുക്ക് അകത്ത് വിശേഷങ്ങളിലേക്ക് പോകാം. ഡ്രൈവർ സീറ്റിൽ നിന്നുള്ള വിശേഷങ്ങളിലേക്കും പോകാം. ഇതാണ് നമ്മുടെ ഡ്രൈവറിൻ്റെ സീറ്റ് ഇരിക്കുമ്പോൾ വ്യൂ എന്ന് പറയുന്നത്. നമ്മളെ സ്റ്റിയറിംഗ് ഒക്കെ നല്ല വളയുന്നുണ്ട്, BS4 സ്റ്റിയറിംഗ് തന്നെയാണ്. പിന്നെ ഡാഷ്ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മളെ ചുവപ്പും കറുപ്പിലാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഗിയർ കൊടുത്തിട്ടുണ്ട്, മാല, അതിലെ പേരൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് ക്യാബിൻ. പിന്നെ GPS കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സ്പീഡോമീറ്റർ എല്ലാം വർക്കിംഗ് തന്നെയാണ്. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഒരു ക്യാമറ, റിവേഴ്സ് ക്യാമറ വയ്ക്കാനുള്ള ഓപ്ഷൻ, അതിപ്പോൾ ക്യാമറ വച്ചിട്ടില്ല. ഓക്കെ, നമുക്ക് ഓടിച്ചൊക്കെ നോക്കാം. ഇതാണ് വർക്കിംഗ് തന്നെയാണ്. സ്പീഡോമീറ്ററും നമ്മളെ GPS-ഉം സ്റ്റിയറിങ്ങും മാലയും എല്ലാം വർക്കാവും. ഇനി നമുക്ക് ആനിമേഷൻ കീസ് എല്ലാം നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആനിമേഷൻ കീ എല്ലാം നമുക്കൊന്ന് കൃത്യം. ഒന്നാമത് നമ്മൾ എൻജിൻ കവർ പോകുന്നതാണ്. നമ്മളൊന്ന് ഇട്ട് കാണിച്ചു കണ്ട ഞാൻ ഒന്ന് കുറച്ചും കൂടി കുഞ്ഞ് ചെയ്ത് കാണിച്ചു തരാം. ഒന്നാമത്തെ ആനിമേഷൻ ചെയ്തപ്പോൾ അല്ല, എൻജിൻ കവർ പൊങ്ങി താന്നു. അടുത്ത ആനിമേഷൻ, രണ്ടാമത്തെ ആനിമേഷൻ കീ എന്ന് പറയുന്നത് നമ്മൾ ക്ലോസ് ആയിട്ട് ഒന്ന് കാണിച്ചു തരാം. രണ്ടാമത്തെ നമ്മളെ വിൻഡോസ് എല്ലാം ഓപ്പൺ ആണ്, ക്ലോസ് ആണ്, കണ്ടില്ലേ, ക്ലോസ് ആയി ഓപ്പൺ ആയി. ഇനി അടുത്തെന്ന് പറയുമ്പം ഒന്നാമത്തെ ആനിമേഷൻ കീ എന്ന് പറയുന്നത് നമ്മളെ ഞാൻ കാണിച്ചു തരാം. നമ്മളെ നെയിം ബോർഡും ടോപ്പ് ലൈറ്റും പോകണം. നെയിം ബോർഡ് സൂക്ഷിച്ച് നോക്കി നിങ്ങൾക്കറിയാം നെയിം ബോർഡ് പോണത് കണ്ടില്ലേ, പോയി വന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആനിമേഷൻ കീസ് എന്നൊക്കെ പറയണത്. ഓക്കെ, ഇത്രയും ആനിമേഷൻ കീസാണ് നമ്മൾ വണ്ടിക്കുള്ളത്. അപ്പോൾ നമുക്കിനി രാത്രി കാണാം കേസ്. അപ്പോൾ രാത്രി ആയിട്ടുണ്ട്, നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് മാറിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത്, അത് നമുക്ക് ഒന്നാമത്തെ ലൈറ്റ് ഇട്ട് നോക്കാം. അപ്പോൾ എല്ലാ ലൈറ്റ്സും ഹെഡ് ലൈറ്റിൻ്റെ മുമ്പുള്ളൊരു ലൈറ്റ് ഉണ്ട്, അതെല്ലാം ഇട്ടിട്ടുണ്ട്, എല്ലാം കത്തി. ഇനി ഹെഡ് ലൈറ്റ് ഇടുമ്പോഴാണ് നമ്മൾ പാർക്ക് ലൈറ്റ്, ഹെഡ് ലൈറ്റ് എല്ലാം കത്തണം. സൈഡിലെയും മുകളിലത്തെയും പാർക്ക് ലൈറ്റും ഹെഡ് ലൈറ്റ് എല്ലാം കത്തി. നമുക്ക് ഈ കസേര ഇടുമ്പം വൈപ്പറും ഇൻഡിക്കേറ്ററിൻ്റെയും പിന്നെ ക്യാബിനകത്തുള്ള നടുക്കുള്ള ഇതിലും ആണ് ലൈറ്റ് കത്തണത്. ഓക്കെ, ഞാൻ സ്ക്രോൾ ചെയ്ത് വലുതായി കാണിച്ചു തരാം. കണ്ടില്ലേ, അകത്ത് കണ്ടില്ലേ, കസേര ഇടുമ്പോൾ ഇങ്ങനെയാണ്. നമുക്ക് എല്ലായിടത്തും വർക്കാവുന്നുണ്ട്, അകത്തും താഴെയും സൈഡിലും ബാക്കിലും എല്ലായിടത്തും കത്തുന്നുണ്ട്. അപ്പോൾ നമുക്കിനി വൈപ്പർ ഇങ്ങോട്ട് ഇട്ട് നോക്കുമ്പോഴാണ് നമ്മളെ വണ്ടിയുടെ തനി രൂപം നിങ്ങൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് വൈപ്പർ ഒന്നാമത്തെ ഇടുമ്പോൾ ഇങ്ങനെയാണ് രണ്ടിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ നെയിം ബോർഡ്, ചുവപ്പും വെള്ളയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ ക്യാബിനൊക്കെ വർക്കാവുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. ഞാൻ അകത്തായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നമ്മൾ അകത്തുള്ള ലൈറ്റ്സും വെളിയിലുള്ള മറ്റേ ടയറിൻ്റെ ആ ഭാഗത്തുള്ള ലൈറ്റ്സ് എല്ലാം മിന്നി അങ്ങോട്ട് അകത്തും വെളിയിലായിട്ട് കത്തി നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്ക് നോക്കിയിട്ട് ഫ്രണ്ടിലെ ക്യാബിനൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് അകത്ത് എന്തായാലും പോകാം ഗൈസ്. ഇനി നമുക്ക് അകത്താണ് പോവേണ്ടത്. അപ്പോൾ നമ്മൾ ഒന്ന് ഒരു സെക്കൻഡ് ഗൈസ്, ചെറിയ സ്റ്റക്കൊക്കെ ഉണ്ട് ഫോണിന്, അത് ശരിയാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അകത്ത് കയറാൻ പോവുകയാണ്. നമ്മൾ കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആഹം എന്ന് പറയുമ്പം ഫുൾ ലൈറ്റിൻ്റെ ഇതാണ്. ബോൾ ലൈറ്റ് മുകളിലായാലും ലേസറില്ല. പിന്നെ ലഗേജ് ബോക്സിൻ്റെ അടിയിലും സൈഡിലും ഉണ്ട് പിന്നെ ലൈറ്റ്സ്. മുകളിൽ പിന്നെ പിക്സലാണ്. കണ്ടാൽ തന്നെ അറിയാം, ബോൾ ലൈറ്റും പിക്സൽ എല്ലാം കൂടി കറങ്ങുന്നുണ്ട്. ലേസും കൂടി വേണമെങ്കിൽ സെറ്റായിരുന്നു ലേസ്. അതൊക്കെ അതിനെക്കാട്ടും നല്ല അടിപൊളി ലൈറ്റ്സൊക്കെ ഇവിടെ ഉണ്ട്, കണ്ടില്ലേ ലേസ്. ഇവിടെ അകത്തൊരു ബ്ലാക്ക് പാൻറ്റർ ഉണ്ട്, കണ്ടില്ലേ, കളർ മാറുന്നത് കാണാൻ പറ്റും. പിന്നെ നമ്മൾ TV, ഇതാണ് നമ്മളെ ക്യാബിൻ്റെ അകത്തുള്ള ബ്ലാക്ക് പാൻറ്റർ, കണ്ടില്ലേ. മുകളിലും ബ്ലാക്ക് പാൻറ്റർ ഉണ്ട്, ഈ ക്യാബിനും ബ്ലാക്ക് പാൻറ്റർ ഉണ്ട്, 2 എണ്ണം. പിന്നെ നമുക്കിനി ക്യാബിൻ കാണാം. പിന്നെ നമുക്ക് വേറൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതും കൂടി കാണിച്ചു തരാനുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കിൽ വന്നിട്ടുണ്ട്, കാണാൻ പറ്റുന്നില്ല. ഓക്കെ, നമ്മൾ ആ ബാക്കിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാണേണ്ടതെന്ന് പറയണത് നമ്മളത് നീണ്ടു മുളിപ്പി. അപ്പോൾ നമ്മൾ ക്യാബിൻ, ഇതാണ് നമ്മളെ ക്യാബിൻ എന്ന് പറയുമ്പം ഇതാണ് നമ്മളെ ക്യാബിൻ എന്ന് പറയുമ്പം അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മളെ ഫുൾ ക്യാബിൻ. ലൈറ്റ്സും വർക്കെല്ലാം ഇതാണ് നമ്മളെ ലൈറ്റ്സ് വർക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നമ്മളെ TV സെറ്റിനെ സപ്പോർട്ട് ചെയ്യണം.
ഇനി നമുക്ക് അകത്ത് വേറെ ലൈറ്റാണ്. നമ്മൾ പറഞ്ഞില്ലേ നമ്മളെ പേര് വെച്ച കത്തണ ലൈറ്റാ നമ്മളെ സബ്ബൂഫറിൻ്റെ താഴെയായിട്ട് ഇരിപ്പുണ്ട്. ഇവിടെ നമ്മൾ പേര് വെച്ചാൽ ഇതേപോലെ കത്തും. ഇതേപോലെ എന്ന് വെച്ചാൽ നമ്മൾ പിക്സൽ നെയിം തന്നെ വയ്ക്കണം. മുകളിൽ കാണിച്ചില്ല ട്രാവൽ എയ്റ്റ്സ് എന്ന് പറഞ്ഞ് അത് വയ്ക്കണം. അതേപോലെ നമ്മളെ പേര് വയ്ക്കണം. ഓക്കെ, അപ്പം ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെൽ ബട്ടൺ അടിച്ചങ്ങ് പൊട്ടിച്ചേക്കുക. എന്നാലും ഞാൻ എഴുതുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നമ്മൾ നേരത്തെ ഇട്ടതിൻ്റെ പാർട്ട് 2 വീഡിയോ ഉടനെ വരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അതിൽ അത് ഉടനെ വരുമ്പോൾ ഈ വരുന്ന ഞായറാഴ്ച എന്തെങ്കിലും കാണും. ഓക്കെ, അപ്പോൾ ഇനി അതൊരു വീഡിയോ കാണും, റിവ്യൂ ആയിരിക്കും. ഞായറാഴ്ച മാത്രമേ പാർട്ട് 2 വരുള്ളൂ. അപ്പോൾ